വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് കോളിലാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ നെല്ലറ എന്ന് പറയുന്ന ഉള്ളിലാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പോയാൽ മഞ്ജു വാര്യരുടെ വീടാണ്. ഇന്നിപ്പോൾ ആയിരുന്നില്ല, നല്ല മഴയൊക്കെ ഉണ്ട്, ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പോയാൽ മഞ്ജു വാര്യരുടെ വീടുണ്ട്. ന്യൂസ് കണ്ട ഭയങ്കരമായ ഇത് ഏക്കർ കണക്കിന് ഇവിടെ നിന്ന് പരന്നു കിടക്കുന്ന ഒരു പാടമാണ്. ഇതിലൂടെ നെല്ലറ തന്നെയാണ്. ഞാൻ ഇത് എൻ്റെ തൊട്ടടുത്താണ് മഞ്ജു വാര്യരുടെ വീട്. അപ്പോൾ നിങ്ങൾ കൈയൊക്കെ പിടിച്ചു തരണം. എങ്ങനെയുണ്ട് വ്യൂ? ഇന്നത്തെ എന്താ നല്ല വ്യൂ അല്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതേമാതിരി വീഡിയോകൾ ഇനിയും പിടിച്ചു തരുന്നതായിരിക്കും. വേണ്ട, അതിഗംഭീരമാണ്. ഇവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ കോത്ത് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമാണെന്നറിയും. 100 കിലോമീറ്ററോളം ഇങ്ങനെ നീണ്ട് കെടുക്കണം. ഈ ഒരു സൈഡ് ഇല്ല, ഒരു സൈഡ് പിന്നെ അടുത്ത സൈഡ് കണ്ടു, അപ്പം അടുത്ത സൈഡ് കണ്ടു. അപ്പം അത്രയും നല്ല ഒരു ക്ലാരിറ്റിയുള്ള സ്ഥലമാണ്. നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് കുറച്ച് പോയാൽ ഈ ഗ്രാമത്തിലാണ് നമ്മുടെ പ്രശസ്ത സിനിമ തന്നെ മഞ്ജു വാര്യർ ജനിച്ചത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ താഴെ പോയി കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെ വീടാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കുന്നത് കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 1 കിലോമീറ്റർ പോകുന്ന ഇങ്ങോട്ട് 1 കിലോമീറ്റർ കൂടുതൽ പോകുന്നത് ഒരു പാലാണ്. ഇവിടെ ഇതും പുള്ളിലുവട്ട സ്ഥലമാണ്. മൊത്തം കിലോമീറ്ററോളം ഇങ്ങനെ താണ്ടി നിൽക്കുന്ന സ്ഥലമാണ്. എന്ത് ഭംഗിനല്ലേ കാണാനല്ലേ? ഒരു ഊട്ടി കൊടൈക്കനാലും മുമ്പുണ്ട്. ഇപ്പോൾ മഴ ഉണ്ട്, 2 സൈഡിലും വ്യൂ ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ മഞ്ജു വാര്യരുടെ വീട് കാണാതെ സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്ന പാടത്ത് കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ മഴ കാരണം ആളുകളില്ലാത്തത്. എത്ര നല്ല വ്യൂസാണെന്ന് നോക്കി ഉണ്ടാ. നെല്ലറയാണിത്. എത്ര മനോഹരം നോക്കി. സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. എത്ര വ്യൂ ഉണ്ട് ഇവിടെ, എത്ര വ്യൂസിന്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് 1 കിലോമീറ്ററും കൂടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് മഞ്ജു വാര്യരുടെ വീട്ടിൽ. മഞ്ജു വാര്യരൊന്നും അവിടെ ഉണ്ടാവില്ല. ഒരു അച്ഛനെപ്പെടുത്ത് മരിച്ചു പോയതിനു ശേഷം അവിടെ വരാറുണ്ട്. അപ്പം എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനങ്ങനെ മഞ്ജു വാര്യരുടെ വീടിൻ്റെ ഇതെത്തി. ഇതാണ് പ്രശസ്ത സിനിമാ താരം സല്ലാപം എന്ന ചിത്രത്തിലൂടെ നമ്മളെല്ലാം പ്രിയങ്കരയായി മാറിയ മഞ്ജു വാര്യരുടെ വീട്. അവരുടെ അച്ഛൻ മരിച്ചപ്പോൾ 2-3 മാസത്തിന് അതിനുശേഷം ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. വീട് കൂട്ടിയിട്ടുണ്ട്. ഇതാണ് അവരുടെ കുടുംബക്ഷേത്രമാണ് കാണുന്നത്. ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ് മഞ്ജു വാര്യർ. അവരാണ് ഇപ്പോൾ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം അഭിനയിച്ചത്. കാര്യമായിട്ട് ഹിറ്റൊന്നുമില്ലെങ്കിലും ദിലീപിയോ ആയിട്ട് വേർപിരിഞ്ഞതിന് ശേഷം മോഹൻലാലിൻ്റെ ടീമിൽ പോയപ്പോൾ ഹിറ്റുകളില്ലെങ്കിലും ഇപ്പോഴും സജീവമായി സിനിമാ രംഗത്തുള്ള ഒരു നടി തന്നെയാണ്. അവരുടെ ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. ആ വീട് അതേമാതിരി തന്നെ നിലനിർത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടും കോള് തന്നെയാണ്. കാരണം അവരുടെ വീട്ടിലേക്കുള്ള വഴി എല്ലാം കണ്ടില്ലേ? ഓക്കെ, വീടിൻ്റെ അടുത്തുള്ള ആൽമരമാണ് ഈ കാണുന്നത്. തൊട്ടടുത്തുള്ള മഞ്ജു വാര്യരുടെ വീടിൻ്റെ അടുത്തുള്ള ആൽമരം. ഇവിടെ നിന്ന് ഇനിയും അങ്ങോട്ട് നെൽപ്പാടങ്ങൾ തന്നെയാണ്. എന്താ, എത്രയോ വർഷത്തെ പഴക്കമുള്ള ആൽമരമാണ്. എന്ത് ഭംഗിയല്ല കാണാണ്ട ആൽമരം കാണുന്നത്. ഓക്കെ, വീണ്ടും കോൾപ്പാടങ്ങൾ തന്നെ. അവർ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നാലും ഉണ്ട്. ഇങ്ങനെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് കിടക്കുന്ന കോൾപ്പാടങ്ങളാണ്. ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് കാട്ടിത്തരാം. എത്ര മനോഹരമായ സ്ഥലം. ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് അവർ വന്നത്. ഈ സൈഡ് അങ്ങനെ തന്നെയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വണ്ടികളെല്ലാം വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത്. മഞ്ജു വാര്യരുടെ വളർന്ന സ്ഥലങ്ങളിൽ വീട്, അത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് കാണുന്നത്. എന്താ, ഇനിയുണ്ട് കുറേ കാണിച്ചു തരാനായിട്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എത്ര മനോഹരമല്ലേ നമ്മുടെ കേരളം? മനോഹരം, അതിമനോഹരം തന്നെ. എന്താ, നല്ല ഭംഗിയല്ലേ? പറയൂ തൃശ്ശൂർ കേടികളെ, പറയൂ. നല്ല ഭംഗിയില്ലേ? റോഡ് പണി നടക്കണ കണ്ടാ
എത്ര ഭംഗിയുള്ള പാടങ്ങളാണെന്ന് നോക്കിയണ്ട. കുറച്ച് റോഡ് പണി അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്നുണ്ട്. കൊക്കുകളും വേണ്ട ഇഞ്ചികളുണ്ട്. കുറച്ച് ഇടമുള്ള ഒരു 1/2 കിലോ 1 കിലോമീറ്റർ ഉണ്ടാവും റോഡ് പണി നടക്കുന്നുണ്ട്. അതന്നെ ആ വീഡിയോ നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാതിരിക്കുന്നത് ഇതൊക്കെ മഞ്ജു വാര്യരാണ് സ്ഥലങ്ങൾ കണ്ട, പടങ്ങളുണ്ട. എത്ര മനോഹരം നോക്കിയ. ഇത്രയും മനോഹരമായ സ്ഥലം. ഇതിന് നിങ്ങൾ ആലപ്പുഴയിലും കുട്ടനാടും ഒക്കെ പോകണം. ഇവിടെ പുള്ളിലേക്ക് പോവാ. തൃശ്ശൂർ ജില്ലയിലെ നെല്ലറയായ പുള്ളിലേക്ക് പോവാ. ഇവിടെ വന്ന് കാണും. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്. എടാ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ പാടങ്ങളിങ്ങനെ കിടക്കണേ. ഞാൻ സൂം ചെയ്തെടുത്തുണ്ട് കേട്ടാ. എത്രയോ അകലം നോക്കിയ എത്ര ഭംഗിയുണ്ട് കാണാനായിട്ട്. ഉണ്ടാ ഇത് നമ്മുടെ തൃശ്ശൂർ ഉള്ള സ്ഥലം തന്നെയാണ് ഫുള്ള്. ഓക്കെ, എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. റോഡ് പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് റോഡുള്ളൂ. മരങ്ങൾ സൈഡിലുണ്ട്. നട്ടുള്ളത് ഇപ്പോൾ ഒരു ഇത് കെട്ടിയിട്ടുണ്ട്. അല്ല, ഇരുമ്പിൻ്റെ 2 സൈഡിലും കെട്ടി ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ട ഈ ഭാഗം സർക്കാരുകൾ ഇതുപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ കേട്ടാ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അല്ലേ, ഇത്ര ഭംഗിയുള്ള സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണു. ഓക്കെ, ബായ്. അപ്പോൾ നമ്മൾ കോൾപ്പാടങ്ങളെ ഏക്കറക്കണക്കിന് തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാഗം മുഴുവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടന്നൂർ തൊട്ടൊരു മുഴുവൻ കോൾപ്പാടങ്ങളാണ്. അപ്പോൾ നമ്മൾ മഞ്ജു വാര്യരുടെ നാട്ടിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ വീഡിയോ കാണണം. എന്നാൽ വേറെ വീഡിയോയുമായി വരുന്നതായിരിക്കും. കൈതപ്പുള്ളി ചാനൽ നിങ്ങൾ തീർച്ചയായും കാണണം. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.